ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അരിപ്പൊടിയും ക്യാരറ്റും കൊണ്ട് എളുപ്പത്തിലും രുചിയിലും ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് എണ്ണയിൽ വറക്കേണ്ട ആവശ്യമില്ല, തവയിൽ ചുട്ടെടുക്കാം. ഇത് വെജിറ്റബിൾ കറിയുടെ കൂടെയോ നോൺ വെജിൻ്റെ കൂടെയോ ഇതൊന്നുമല്ലെങ്കിൽ ഇത് തന്നെ കഴിക്കാനും വളരെ നല്ലതാണ്. അരിപ്പൊടിയിലെ ക്യാരറ്റ്, തേങ്ങ, ഉള്ളി, ജീരകം എല്ലാം കൂടി ചേരുമ്പോഴുള്ള സ്വാദ് മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇതിനായിട്ട് 1/4 കപ്പ് വറുത്ത പത്തിരിപ്പൊടിയോ ഇടിയപ്പപ്പൊടിയോ എടുക്കുക. കൂടാതെ 1/2 കപ്പ് ചിരകിയ തേങ്ങ, 1/4 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ്, 1/4 കപ്പ് ഉള്ളി, അത് സബോളയോ കൊച്ചുള്ളിയോ ഏതുമാകാം, 1 സ്പൂൺ ജീരകം, അതും വലിയ ജീരകമോ ചെറിയ ജീരകമോ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരയ്ക്കുക. കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി. അതിനുശേഷം നോൺ സ്റ്റിക്ക് പാനിൽ 1/4 കപ്പ് അരിപ്പൊടിയും കുറച്ച് ഉപ്പും ചേർക്കുക. ഉപ്പ് നമ്മൾ അരപ്പിനും ചേർത്തിട്ടുണ്ട്. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിക്കുക, പൊടി നന്നായി കലക്കുക. അതിനുശേഷം 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് പൊടി ഒട്ടും കട്ടകളില്ലാതെ കലക്കണം. നിങ്ങൾ ഏത് കപ്പിലാണോ എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ എല്ലാം എടുക്കാനായിട്ട് നോക്കുക. ഈ പരുവത്തിൽ ഫ്ലെയിം ഓൺ ചെയ്ത് മാവ് നന്നായി വേവിച്ചെടുക്കുക. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് കട്ടിപ്പരുവമാകുമ്പോൾ അരച്ച ക്യാരറ്റ് മിക്സ് കൂടി ചേർത്ത് നന്നായി ഇളക്കുക. രണ്ടും നന്നായി യോജിച്ച് ഒരേ നിറത്തിൽ വരണം. ഈ സമയം മാവ് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. പാനിൽ നിന്ന് വിട്ട് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കണം. വീണ്ടും നന്നായി ഇളക്കണം. മാവ് തണുക്കാൻ വേണ്ടി മറ്റൊരു ബൗളിലേക്ക് മാറ്റുക. ഇങ്ങനെ ബൗളിലേക്ക് മാറ്റിയ മാവിലേക്ക് 1 ടീസ്പൂൺ ഓയിലോ നെയ്യോ ഒഴിക്കുക. വീണ്ടും കൈകൊണ്ട് നന്നായി കുഴയ്ക്കുക. ഈ മാവ് കുഴയ്ക്കാൻ പ്രയാസമില്ല, അത്രയ്ക്കും സോഫ്റ്റാണ്. നല്ല മണവുമാണ് ഈ മാവിന്. ഇത് ചെറിയ ഉരുളകളാക്കി പരത്തിയെടുക്കാം. പരത്താൻ വേണ്ടി പ്ലാസ്റ്റിക് ഷീറ്റോ ഇലയോ ഒക്കെ ഉപയോഗിക്കാം. അതുപോലെ പ്രസ് ചെയ്യാൻ വേണ്ടി ചെറിയ ഇടികല്ലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ ഒറ്റ പ്രസ്സിൽ തന്നെ നല്ല വട്ടത്തിൽ മാവ് കിട്ടും. മാവ് അത്രയ്ക്കും സോഫ്റ്റാണ്. പരത്താൻ വേണ്ടി കട്ടിയുള്ള ഏതെങ്കിലും പാത്രം ഉപയോഗിച്ചാലും മതി. ഇടികല്ലുകൊണ്ട് പരത്തിയ ഉരുളകൾ പ്ലാസ്റ്റിക്കിൽ നിന്നും അടർത്തി നോൺ സ്റ്റിക്ക് പാനിൽ ഇടുക. കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം തിരിച്ചിടുക, അല്ലെങ്കിൽ അത് കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ക്യാരറ്റ് ചേർത്തത് കൊണ്ട് പത്തിരിക്ക് നല്ല നിറമാണ്. ഈ സമയം നിങ്ങൾക്ക് അടുത്ത ഉരുള പരത്തിയെടുക്കാം. പാനിലിട്ട പത്തിരി കുറച്ച് കഴിയുമ്പോൾ തിരിച്ചും മറിച്ചുമിട്ട് പ്രസ് ചെയ്യാം. അങ്ങനെ നല്ല സോഫ്റ്റായും ടേസ്റ്റിയുമായിട്ടുള്ള പത്തിരി തയ്യാറായി. അതുപോലെ എണ്ണ പുരട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ പരത്തിയ മാവ് പാനിലിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം എണ്ണ പുരട്ടുക. ലേശം ഗ്രേറ്റഡ് ക്യാരറ്റ് മാവിൽ വിതറി ഉരുളകളാക്കി പരത്തിയാൽ ചെറിയ ഡിസൈൻ പത്തിരിയിൽ കിട്ടും. വെന്ത മാവ് അധികം മൂപ്പിക്കണ്ട. ഇങ്ങനെ ടേസ്റ്റി ആയിട്ടും സോഫ്റ്റായ പത്തിരി തയ്യാറായി. ഇത് ചൂടോടുകൂടി ഉപയോഗിക്കുന്നതാണ് നല്ലത്. കറികൾ കൂട്ടിയോ കറികളില്ലാതെയോ ഉപയോഗിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത നല്ല ഒരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.